ഹലോ, അസ്സാം വലൈക്കും. അപ്പം നമ്മളെ വീഡിയോൻ്റെ താഴെ കുറേ കമൻറ്റുകൾ വന്നു. അതിൽ കുറച്ച് കമൻറ്റിനുള്ള മറുപടി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്ന്. കമൻ്റ് എല്ലാവർക്കും ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കാരണം ഞാൻ വീഡിയോ പബ്ലിക് ആക്കിയിടണല്ലേ. അപ്പോൾ അതിന് മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം വയ്ക്കൂലേ, അതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോൻ്റെ താഴെ ഒരുത്തനൊരു കമൻറ്റ് ഇട്ടത്. അവൻ്റെ കമൻറ്റ് എന്താണെന്ന് ഞാൻ പറയില്ല, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവനോട് എനിക്ക് ചോദിക്കാനുള്ളേ, എൻ്റെ വീട്ടിൽ ഉമ്മല്ലേന്നാ. ഉമ്മനെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെയാണ് തോന്നല്. പെങ്ങൾമാർ ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഈ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഭാര്യ ഉണ്ടാവില്ല, പക്ഷെ ഉമ്മ എന്തായാലും ഉണ്ടാവുമല്ലോ. പെണ്ണിനെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നണമെങ്കിൽ എൻ്റെ ഉമ്മനെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെ തോന്നല്. എൻ്റെ അമ്മേൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നുക. എൻ്റെ പേരും ഫോൺ നമ്പറും ഫോട്ടോയും എൻ്റെ കയ്യിലുണ്ട്. ഇനി എൻ്റെ അങ്ങനത്തെ ഒരു കമൻറ്റ് എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നാൽ ഞാൻ എന്തായാലും പബ്ലിക്കാക്കും. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ തന്നെ ഇട്ടു. പിന്നെ വേറൊരുത്തന് ഒരു കമൻറ്റ് ഇട്ടിരുന്നു, അത് ഞാൻ കണ്ടില്ല. എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ടെന്ന്. അപ്പം എൻ്റെ മോഡറേറ്റർ അത് ഡിലീറ്റ് ആക്കുകയും ചെയ്യും. മോനോട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ, മോനെ ഞാൻ എൻ്റെ ഉമ്മല്ലടാ. ഉമ്മനെ വിളിക്കണമൊക്കെ ഇവിടെ എൻ്റെ വീഡിയോൻ്റെ താഴെന്ന് വിളിച്ച് ഞാൻ എങ്ങനെ വിളി കേൾക്കുക? വീട്ടിൽ നിന്ന് വിളിക്കണ്ടേ? എനിക്ക് പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ എൻ്റെ ഉമ്മയാണ് തോന്നിയോ? സോറി കേട്ടോ, ഞാൻ എൻ്റെ ഉമ്മല്ലേ, അയ്യോ വീട്ടിൽ തന്നെ വിളിച്ചോട്ടോ. പിന്നെ കുറേ കമൻ്റ് ഉണ്ട്, ഇത് വന്ന് പറയേണ്ട സ്ഥലം ഇവിടെ അല്ല, പോലീസ് സ്റ്റേഷനാണ്. നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങളെ വീട്ടിലുള്ള ഏതെങ്കിലും ലേഡീസിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് നിങ്ങൾ പരാതി കൊടുത്തണോ? ഞാൻ കൊടുത്തണോ? ആ പരാതി കൊടുത്ത് വന്ന അന്ന് രാത്രി ഞങ്ങളെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ എൻ്റെ ഹസ്ബൻഡ് അന്ന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് നിൽക്കുക. പിറ്റേന്ന് രാവിലെ മൂപ്പർക്കൊന്ന് വീട്ടിൽ കിടന്ന് വിശ്രമിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കാണ് പോയാന്ന്. അപ്പോൾ അതെന്താണെന്നൊന്നും ഞാൻ ഇപ്പോൾ വിശദീകരണമായിട്ട് പറയില്ല. നിങ്ങൾക്ക് അറിയണം താല്പര്യമുള്ളവർ കമൻ്റ് ഇട്ടാൽ മതി, ഇതേപോലെ ഞാൻ പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കി, അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്കറിയാം കേട്ടോ. ഇത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തൂടെയെന്ന് ചോദിക്കണവരോടുള്ള മറുപടിയാണ്. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ അത് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി ഒരു കള്ളക്കഥ ഉണ്ടാക്കി ചെയ്തതാണ്, ഇത് കഥയാണ്. ഇങ്ങനെയൊക്കെ കഥ എഴുതാൻ അറിയെങ്കിൽ എനിക്ക് സിനിമക്ക് കഥ എഴുതാൻ പോയി കൂടെ. ഇങ്ങനെയൊക്കെ കഥയ്ക്ക് ഉണ്ടാക്കാൻ അറിയെങ്കിൽ എനിക്കുണ്ടായൊരു അനുഭവം ഇവിടെ വന്ന് പറഞ്ഞു. ഞാൻ ആ യൂട്യൂബിൽ വീഡിയോ ആക്കിയിട്ടാണ് വിചാരിച്ചില്ല, എൻ്റെ ഫ്രണ്ട്സുകളാണ് പറഞ്ഞത് ഇട് എന്നുള്ളത്. അതുകൊണ്ട് ഓല തന്നെയാണ് എൻ്റെ വീഡിയോ കയറിപ്പോണേ കണ്ടതും അല്ലേ, ഞാനത് ശ്രദ്ധിച്ചിട്ടുമില്ല. ഓല എന്നെ വിളിച്ച് പറഞ്ഞതും. അപ്പോൾ ഞാനിത് കഥ ഉണ്ടാക്കി പറയുകയാണെങ്കിൽ വേറെ എന്തൊക്കെ കഥ ഉണ്ടാക്കി പറയാം. എൻ്റെ വീട്ടിൽ ഓട്ടോ ഉണ്ട്, ഓട്ടോക്കാരുണ്ട്, അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ വീട്ടിലുള്ള. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ജോലി ചെയ്യുന്ന ഒരാളടുത്ത് നിന്ന് വന്ന തെറ്റിനെ അതേപോലെ പറയൂ. എനിക്ക് വേറെ എന്തെങ്കിലും കഥ ഉണ്ടാക്കിക്കൂടെ? ഈ വിശ്വസിക്കണ്ട എന്ന് പറയണോ, ഇതൊക്കെ തോന്നണം എന്താ അറിയോ, ഇവലും പല ആളുകളോട് ഇങ്ങനെ പെരുമാറുന്ന ആളുകളേക്കും. അപ്പം നാളെ ഈ ഇവലെ എൻ്റെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ ഇവലൊരു ഫോട്ടോ ഒക്കെ വെച്ചൊരു വീഡിയോ ചെയ്യുന്നുള്ള പേടിയോണ്ടേക്കും ഇത് കള്ളക്കഥയാണ്, വിശ്വസിക്കണ്ട അറിയണേ. എന്നാൽ ഇത് ഇങ്ങനെ പറയുമ്പോൾ വേറൊരാൾ കാണുമ്പോൾ ഓളൊരു വീഡിയോ അന്ന് ചെയ്തിട്ട് ആരും വിശ്വസിച്ചില്ല, ഇനിയിപ്പോൾ ഞാൻ ചെയ്താലും വിശ്വസിക്കൂല എന്നൊക്കെ ആ വീഡിയോ ഇടാൻ പോണ ആൾക്ക് തോന്നല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഇവരിത് പറയണമെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാൻ ആരോടും വിശ്വസിച്ചോളണമെന്നൊന്നും പറഞ്ഞില്ല. ഇതാർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരമാകുവാണെങ്കിൽ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതിൽ എത്രയോ ആൾക്കാർ പറഞ്ഞല്ലോ ഓലെ ഭാര്യമാർക്ക് അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ്, ഓൽക്ക് അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞോലുണ്ട്, ഒക്കെ ഉണ്ട്. നിങ്ങൾ ചില ആളുകൾക്കാണ് ഇത് വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പം നിങ്ങളടുത്തൊന്നും അങ്ങനത്തെ എന്തോ ഒക്കെ വരുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും. പിന്നെ റീച്ചിനല്ലേന്ന് ഇതിങ്ങനെ കയറിപ്പോകുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. യൂട്യൂബ് തുടങ്ങണ എല്ലാവരും വരുമാനത്തിന് വേണ്ടി തന്നെയാണ്, ഞാനും വരുമാനത്തിന് വേണ്ടി തന്നെ തുടങ്ങിയത്. പക്ഷേ നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട, ഞാൻ 4000 വാച്ച് അവർ ആയത് എൻ്റേത്. പക്ഷേ എനിക്ക് പൈസ ഒന്നും തുടങ്ങിയില്ല. അതിനോട് എൻ്റെ വീഡിയോ റീച്ചായി എനിക്ക് ആ വീഡിയോനെ കൊണ്ട് കുറച്ച് പൈസ കിട്ടിയല്ലോ എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ വേണ്ട. എനിക്ക് വരുമാനം വന്ന് തുടങ്ങിയില്ല കേട്ടോ. പിന്നെ ഒരു കമൻറ്റാ, ഈ മുസ്ലിം അല്ലേ, മുസ്ലിംസുകൾ ഇങ്ങനെ യൂട്യൂബിൽ വന്ന് കഴിഞ്ഞ് വീഡിയോ ഇടാൻ പാടുണ്ടോ? മുസ്ലിംസിലായ വേറെ ഒരാളും യൂട്യൂബിൽ വീഡിയോ ഇടണം നിങ്ങൾ ആരും കണ്ടില്ലേ? ഞാനൊരു മുസ്ലിം സ്ത്രീ മാത്രമാണോ യൂട്യൂബിൽ വന്ന് വീഡിയോ ഇടുന്നത്? അല്ലെങ്കിൽ മുസ്ലിമായിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും വേറെ വീഡിയോ ഇടണം നിങ്ങൾ ആരും കണ്ടില്ല? അപ്പം എന്നാൽ വല്ലാത്തൊരു കണ്ണാട്ടോ നിങ്ങളത്. എന്തോ ഒരു പ്രായമായ അമ്മമാർ വരെ വന്നിട്ടുണ്ട് വീഡിയോ. യൂട്യൂബിൽ വീഡിയോ മാന്യമായിട്ടിരുന്നതിന് ആരെ പേടിക്കണ്ടേ?
പിന്നെ മുസ്ലിംസിലായ സ്ത്രീകളും പുരുഷന്മാരൊന്നും സിനിമയിലൊന്നും അഭിനയിക്കില്ല. ഓലോടൊക്കെ നിങ്ങൾ പോയി ചോദിക്കും, അങ്ങനെ നിങ്ങൾ മുസ്ലിം അല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്, അതൊക്കെ തെറ്റല്ലേ, നിങ്ങൾ എന്ത് ചോദിക്കാത്തത്? നിങ്ങൾ ഓലയൊക്കെ കാണുമ്പോഴേക്കും ഓല തോളിൽ കൈയിട്ട് എങ്ങനെ ഒരു ഫോട്ടോ എടുക്കാമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കണേ? നമ്മൾ പാവങ്ങളോടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയുള്ളൂ അല്ലേ? അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞ് കമൻറ്റ് ഇടുക. നിങ്ങൾ ഇട്ടോളി, കമൻറ്റ് ഇടാനുള്ളത് നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ഇട്ടോളി. എനിക്ക് പറയാനുള്ളത് പറഞ്ഞതെന്നുള്ളൂ. മുസ്ലിം സ്ത്രീകൾ ഒരിക്കലും ഒറ്റക്ക് യാത്ര ചെയ്യരുത്. അത് കഴിയുമോ? നിങ്ങളൊന്ന് പറയും. ഒരു ഉമ്മയും മോളും മാത്രമേ ഒരു വീട്ടിലുള്ളൂ. ആ കുട്ടിക്ക് ജോലിക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ പഠിക്കാൻ പോകണമെങ്കിലോ ഒക്കെ കൂടെ പോകാൻ ആരാണ്ടാകുക? അല്ലെങ്കിൽ ഗൾഫിൽ ജോലിയുള്ള ഹസ്ബൻഡാണ്, നാട്ടിൽ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഓള് പോകുമ്പോൾ ഓളെ ആങ്ങളാരെയും കൂട്ടി പോകാൻ കഴിയുമോ? ഓൾക്ക് കുടുംബം ഉണ്ടാവില്ലേ? വാപ്പനെയും കൂട്ടി പോയോ? വാപ്പക്കും ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ? ഞാൻ ജോലി സ്ഥലത്ത് പോകുമ്പോൾ എല്ലാ സ്ഥലത്തേക്കും എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് പോകാൻ കഴിയൂല. എനിക്ക് ജോലിക്ക് പോകാണ്ട് ജീവിക്കാനും പറ്റാത്ത ഒരാളാണ്. എനിക്ക് ജോലി ഉണ്ടെങ്കിൽ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉപദേശം ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് തരും. നമുക്ക് പറ്റണതാണ് നമ്മൾ സ്വീകരിക്കും. ഇതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. വേറൊരാൾ ചോദിച്ചാണ് എനിക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിച്ചു നോക്കുക, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. എൻ്റെ വീട്ടിൽ ഓട്ടോ ഉണ്ട് മനുഷ്യ, എൻ്റെ വീട്ടിൽ ഓട്ടോ ഓടിക്കുന്ന ആളും ഉണ്ട്. അതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. എല്ലാ ജോലികൾക്കും ഉണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്കൊരു ജോലി ചെയ്തൊരു ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മളൊരു പെണ്ണിനെ കാണുമ്പോൾ അവളോട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയാനാ? അങ്ങനെ പറയാൻ പറ്റുമോ? എന്താ നിങ്ങൾ പറയണത്? ഇതിനൊക്കെ പറയണേനൊരു ഇത് വേണ്ടേ? എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വിളിച്ച് പറയാനാ? പിന്നെ വസ്ത്രധാരണം, മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചാൽ ആരും ഒന്നും പറയില്ല. ഞാനിട്ടുന്ന വസ്ത്രങ്ങൾ മാന്യമായിട്ടാണ് ധരിക്കുന്നത് എന്നുള്ള എനിക്കറിയാം. നിങ്ങൾ ഉദ്ദേശിച്ച എന്താ? ഏത് വസ്ത്രവും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവും അതിൻ്റെ മാന്യതക്കേടും. നിങ്ങൾ ഉദ്ദേശിക്കണ ഈ മാന്യമായ വസ്ത്രം ഇട്ട് ഫർദായിരിക്കും. ഫർദട്ട് സിനിമക്ക് പോണ ആൾക്കാരെ നിങ്ങൾ കണ്ടുണോ? സിനിമകളിൽ ഫർദട്ട് മൊക്കനി കുത്തി സിനിമ ഇരുന്ന് കാണുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ബുർക്കിട്ട് കഴിഞ്ഞ് കണ്ണ് മാത്രം പുറത്ത് കാണിച്ച് കഴിഞ്ഞ് സിനിമ കാണുന്നപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അറിയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓരോ വസ്ത്രവും നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഇരിക്കും അതിൻ്റെ മാന്യത അല്ലേ? പിന്നെ ഞാനിതൊരു കഥയാണ് പറയണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. ഈ കഥ പറയുകയാണെങ്കിൽ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എനിക്ക് വേറെയും കൂട്ടി ചേർത്ത് നിങ്ങൾ എന്നാൽ നല്ല കുട്ടിയാന്ന് പറയുന്നത്. അപ്പോൾ നല്ല താത്തയാണ് നിങ്ങളെന്ന്. കാരണം എനിക്ക് പറയാൻ ഞാൻ അതിന് ഫോൺ നമ്പർ എടുത്ത് അയാളെ വണ്ടി നമ്പർ എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് അയാളെ വിളിച്ച് എൻ്റെ വീട്ടുകാർ ചീത്ത അറിഞ്ഞ് അങ്ങനെയൊക്കെ എനിക്ക് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാനൊരു കള്ളത്തരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വീണ്ടും വേറൊരാളെ കാണിച്ച് ഇതാക്കി അതിനൊന്നും ഞാൻ നിന്നില്ല. ഞാൻ വീഡിയോ എടുത്ത് നേരെ ഞാൻ അങ്ങോട്ട് യൂട്യൂബിലിട്ട് അത് എഡിറ്റ് ചെയ്യാനോ ഇതാക്കാനൊന്നും ഞാൻ പോയില്ല. എന്നാൽ പിന്നെ കുറച്ച് ഞാൻ എൻ്റെ ഭാഗമായിട്ട് കുറച്ച് കഥ അതിലുണ്ടാക്കട്ടെ ഞാൻ വിചാരിച്ചില്ല. എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞു. ഒരാൾ പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ പറയല്ലേ, ഓട്ടോക്കാരിലും നല്ല ആൾക്കാരുണ്ടേന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞോ? ഞാൻ 99% ആളുകളും നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ കമൻ്റ് ഇടുന്ന തിരക്ക് കൂട്ടി കമൻ്റ് ഇടല്ലേ? ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സാവധാനം കമൻ്റ് ഇടും, എന്നിട്ട് നിങ്ങൾക്ക് കമൻ്റ് ഇടാം. എന്തായാലും വരുന്ന കമൻറ്റ് നോക്കിയിട്ട് ഞാനിപ്പോൾ എന്താ ഉള്ളത് 4 ചീത്ത പറയട്ടെ ചേച്ചി, ചാടി വീണ് പറയണ്ട. നിങ്ങൾക്ക് സാവധാനം ചീത്ത അറിയാം, അതൊക്കെ കണ്ടിട്ട് പറഞ്ഞോളി കേട്ടോ. അല്ലാതെ തിരക്ക് പിടിച്ച് കമൻ്റ് ഇടാൻ വരണം. വേറൊരാൾ ഇട്ടണേ എൻ്റെ കോമഡി വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ഈ എന്തിനാ ഓട്ടോക്കാരനെ കുറ്റം പറഞ്ഞേക്ക് മനസ്സിലായിന്ന്. ഞാൻ നിങ്ങളൊക്കെ എന്താ ആലോചിച്ചിട്ട് ഈ കമൻ്റ് ഇടുന്നത്? അതൊരു കോമഡി ആയിട്ട് കാണി. ഞാൻ ഇതൊക്കെ ഉണ്ടായതൊരു അനുഭവമാണ്. എന്ത് കമൻ്റ് ആയിട്ട് എനിക്ക് ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ എന്തൊരു കോമഡി TV അതിൻ്റെ അടിയിൽ വന്ന് കഴിഞ്ഞാൽ കമൻ്റ് ഇട്ടാണ് ഈ എന്തിനാ ഓട്ടോക്കാരനെ കുറ്റം പറഞ്ഞ മനുഷ്യ. ഞാൻ ഓട്ടോക്കാരന് ഇന്നുണ്ടായ അനുഭവം പറഞ്ഞു, അല്ലാതെ എൻ്റെ കെട്ടിയോൻ ചെയ്ത് എനിക്ക് ഡൈവേഴ്സ് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതാദ്യം മനസ്സിലാക്കുക, എന്നിട്ട് വന്ന് കമൻ്റ് പോകാനും വേണ്ടി എനിക്ക് സ്വന്തം വാങ്ങില്ല. ആരോ ഒന്ന് ചോദിച്ചു വീട്ടിൽ ഓട്ടോ അല്ലേ? വീട്ടിൽ ഓട്ടോ ഉണ്ട്, അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓട്ടോയല്ല. എൻ്റെ വീട്ടിലുള്ള ഓട്ടോ ഓന് നേരം വെളുത്താലേ ഓട്ടോ കൊണ്ടുപോയാലോ ഓൻ്റെ കുടുംബം നോക്കാമല്ലോ. ഓന് എന്നെ അവിടെ കൊണ്ടുപോയാക്കി പിന്നെ എന്നെ കൂട്ടിക്കൊണ്ട് നിങ്ങട്ട് ഇതൊക്കെ പെട്രോൾ അടിക്കണ്ടേ? അതിനുള്ള പൈസ ഞാൻ അവന് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ആ പൈസ എടുക്കണോ? വേറെ എനിക്ക് അങ്ങനെ ഇവിടെ നിന്ന് കോഴിക്കോട് വരെ ഓട്ടോ വിളിച്ച് പോയിട്ട് അവിടെ ഒരു ഓട്ടോ വിളിച്ച് തിരിച്ച് വരാനുള്ള സാമ്പത്തികം ഒന്നും നിൽക്കില്ല. ഞാനെനിക്ക് സ്റ്റാൻഡിലേക്ക് മാത്രമാണ് ഞാൻ ഓട്ടോ വിളിച്ച് അത് ബസ് കയറി കഴിഞ്ഞ് തിരിച്ച് മുക്കത്തേക്ക് ഞാൻ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ അങ്ങോട്ട് പോകുന്നത്. ഞാൻ എത്രയോ നല്ല ഓട്ടോക്കാരുണ്ട് ഇതിൽ. അങ്ങനെ ചെയ്യണോലുണ്ട്.
പിന്നെ ഓല് ഒക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊക്കെ നാണക്കേടാണെന്ന് പറഞ്ഞ് നല്ല എത്രയോ ഓട്ടോക്കാർ വന്നത്. ഇതിൽ എനിക്കെതിരെ കള്ളത്തരാണ് നുണയാണ് എന്ന് പറഞ്ഞ പോലൊക്കെ അതേമാതിരി സ്വഭാവമുള്ള എനിക്ക് തോന്നുന്നത്. അല്ലാത്തോലൊന്നുമല്ല. ഓൽക്കാണല്ലോ ടെൻഷൻ ഉണ്ടാകുക ഇങ്ങനെ കേൾക്കുമ്പോൾ. ഞാനും ഇതൊക്കെ ചെയ്യണമാണല്ലോ, നാളെ ഞാൻ ചെയ്യണത് ആരെങ്കിലും വിളിച്ച് പറയുമോ എന്നുള്ള ടെൻഷനുള്ള അങ്ങനെ ചെയ്യണവൽക്കായിരിക്കും. അപ്പോൾ ഓലോട് നമ്മളൊന്നും പറയില്ല. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ വിശ്വസിക്കില്ലെങ്കിൽ വിശ്വസിക്കണ്ട. എനിക്കുണ്ടായ ഒരു അനുഭവം വന്ന് പറഞ്ഞ് അതിൻ്റെ ലൈക്ക് കണ്ടാലറിയാലോ കുറച്ച് ആളുകളെങ്കിലും എന്നെ വിശ്വസിച്ചിട്ടുണ്ട് എന്നുള്ളത്. എനിക്കത് മതി. ഓല് നാളെ അറിയാത്തൊരു വണ്ടിയിൽ കയറുമ്പോൾ ഓലൊന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ അനുഭവം വരേണ്ടി വരും. ചിലപ്പോൾ നിങ്ങളെ വീട്ടിൽ അനുഭവം വന്നാലും നിങ്ങൾ പറഞ്ഞോളണമെന്നില്ല. നിങ്ങളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് ഇങ്ങനെ എന്താ നിങ്ങൾക്ക് ഉറപ്പ്. ഓലെ ആരും നിങ്ങളോട് പറയാണ്ട് നിൽക്കുകയാണെങ്കിലോ? അങ്ങനെയുമില്ലേ. ഓട്ടോ നമ്പർ എന്താ ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ച ആൾക്കാരോടെ. ഓട്ടോയിൽ കയറുമ്പോൾ ഫോട്ടോ എടുക്കാൻ എനിക്കിത് ആദ്യമായിട്ടുള്ള അനുഭവമാണ്. നമ്പർ ഫോട്ടോ എടുക്കാത്ത. പിന്നെ ഞാൻ 4 ദിവസം ഹോസ്പിറ്റലിൽ ഉറക്കൊഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ വീട്ടിലെത്തുന്നത്. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ച് വീട്ടിലേക്ക് പോരാലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് വിളിക്കണേ, ഈ വേഗം വാക്കി സുഖമില്ലാന്ന്. പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി പെട്ടെന്ന് തന്നെ ഉള്ളൂ. കാരണം സുഖമില്ലാത്ത ഒരാളായതിനെക്കൊണ്ട് നമ്മൾ വീട്ടിലെത്തി കണ്ടാലേ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ ഓട്ടോ കയറി. പിന്നെ ഇയാൾ ഈ പറഞ്ഞു കഴിയുമ്പോൾ അയാളുടെ നമ്പർ ഫോട്ടോ എടുക്കണം എന്ന് എനിക്ക് തോന്നിയില്ല അന്നേരം. ഒന്നിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു ആൾ പറഞ്ഞിട്ട് നിങ്ങളെ അനുഭവം ഇവിടെ വന്ന് പറഞ്ഞത് നന്നായി. അതിനെക്കൊണ്ട് ഇനി ആർക്കും എങ്കിലും ഇങ്ങനെ ഇത് വരുമ്പോൾ ഓല് അറിയാത്തൊരു ഓട്ടോയിലൊക്കെ കയറുമ്പോൾ ഫോട്ടോ എടുത്തോളൂ. അങ്ങനെ നല്ല കമൻറ്റ് ഇട്ട കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഏതായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അസ്സലാമു അലൈക്കും.